എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ, 5 മിനിറ്റുള്ളേ. ചേട്ടൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 8 മണിയാട്ടോ. ദൂരെയായിരുന്നു. അതും അതിന് പണി കരിങ്കല്ലിൻ്റെ പണിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളി കുളിക്കാനുള്ളതാണല്ലോ. അപ്പോൾ വേഗം ഇതൊക്കെ വെട്ടിത്തരും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കുവാണ് അയില വെക്കാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം പാടെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ ബ്ലൈൻഡ് ചെയ്തെടുത്തത്. പിന്നെ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവയിട്ട്, ഉലുവ നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് അതുമെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മളതിലേക്ക് അരപ്പിടുന്നത്. അരപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി ഇടാവുള്ളൂ, ഒരു സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ബാക്കിയൊക്കെ മുളക് പൊടിയാണ്. ഇനി വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ അത് വറുത്ത് നല്ലോണം അരച്ചെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. പിന്നെ ഈ അരപ്പ് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ പച്ചമണവും കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് പിന്നെ തക്കാളിയും പച്ചമുളകും കീറി വെച്ചതിടുന്നത്. അതിന് മുമ്പ് അത് ഇടരുത് കേട്ടോ. ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അരപ്പ് ഇതായി വരത്തില്ല, നന്നായിട്ട് മൂത്ത് വരത്തില്ല. ആ ഒരു തക്കാളിയുടെ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് തിരക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ഞാൻ വെക്കാറുണ്ട്. എനിക്കതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ വീഡിയോയിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ആദ്യം പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് മാത്രം ഇത് ഇടും. അങ്ങനെയാണ് എല്ലാവരും ചെയ്ത് കണ്ടേക്കുന്നത്. പിന്നെ അയലക്കറിയൊന്നും ആരും വെക്കാത്തതല്ല, എല്ലാ സ്ത്രീകൾക്കും ഒട്ടുമിക്ക പുരുഷന്മാരും ഒക്കെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ കുടുംബനാഥന്മാരൊക്കെ പണിക്ക് പോയി കഴിഞ്ഞിട്ട് അതുങ്ങൾ വരുമ്പോൾ അവർ ഈ വഴിക്ക് കാണുന്ന മീനും ഇതൊക്കെ വാങ്ങി വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതല്ലേ. ഒരുമാതിരി സാധാരണക്കാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വരുമ്പോൾ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല. അതൊരു എന്താ പറയുക, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ അരപ്പ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുടംപുളി, അത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നില്ല. നേരത്തെ വെള്ളത്തിലിട്ട കുടംപുളി അത് ഇതിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം പുളി ഞാനിടും. അതായത് ഈ അയല മീനൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ, ഗ്യാസൊക്കെ കൂടുതലുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ചേറെ പുളി, അത്യാവശ്യം നല്ലോണം പുളി പിടിക്കുകയും ചെയ്യും. ഇന്ന് കൂട്ടുന്നതിലും ഏറ്റവും നല്ലത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം കൂട്ടുന്നതാണ്. അപ്പോൾ ഒക്കെ ഇട്ട് നല്ലോണം അരപ്പ് നന്നായിട്ട് തിളച്ച് ആ എണ്ണ ഒരുമാതിരി തിളച്ച ആ എണ്ണയൊന്ന് പരന്നെന്ന് കാണുമ്പോൾ വേണം നമ്മളതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കഷ്ണങ്ങളും ഇടാൻ. കണ്ടില്ലേ, എണ്ണ ഇങ്ങനെ പാറി വരുന്നുണ്ടാവും. അല്ലാതെ ഒറ്റ തിളക്കിയിടരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഈ കളറ് കാണുന്നത് നമ്മുടെ ക്യാമറേൻ്റെ കേട്ടോ, ലൈറ്റിൻ്റെ ഒക്കെ ഇതുകൊണ്ടാണ് ഈ കളറ് കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറാണ്. അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്നൊരു കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ്. പിന്നെ അവസാനമായിട്ട് ഞാനിതിലേക്ക് കടുക് വറുത്ത് പൊടിച്ച് വെച്ചതും പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതും അത് 1 സ്പൂണ് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ചേർക്കും. അത് സാമ്പാറിനായാലും മീൻകറിക്കായാലും ഞാൻ ചേർക്കുന്നതാണ്. ഇത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചക്കുരുമുളക് അരച്ചതാണ് ഇത്. പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. നമ്മളെപ്പോഴും മീൻ പൊരിക്കുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് വേണം നമ്മൾ മീൻ പൊരിക്കാൻ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. പിന്നെ നമ്മുടെ മീൻ ഈ ചട്ടീൻ്റെ അടിയിലൊന്നും പിടിച്ച് ഇത് നാശമായി വരത്തുമില്ല. ഈ പച്ചക്കുരുമുളക് അരച്ചിട്ട് മീൻ പൊരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇതിപ്പോൾ ഈ എണ്ണയിൽ ചൂടായി വരുന്ന ആ ഒരു സ്മെല്ല് തന്നെ മതി. അയ്യോ, പറയാൻ പറ്റത്തില്ല. നന്നായിട്ട് കാണുമ്പോൾ വലിയ കളറൊന്നും ഇല്ലെങ്കിലും മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ വയറിനായാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കുരുമുളകല്ലേ. ഒരാൾ ഈ കറിയൊക്കെ ആയപ്പോഴത്തേനും കിടന്നുറങ്ങി, പാവം പണിയുടെ ക്ഷീണമൊക്കെ കാരണം പിന്നെ ഞാൻ പോയി വിളിച്ച് വന്നങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഒരാൾക്ക് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവന് മീനും ഇതൊന്നും നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരു മീനും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവന് ഈ ബീട്രൂട്ട് ക്യാരറ്റ് സസ്യഭുക്കാണ് അവൻ. അങ്ങനെ ചോറിന് മീൻ പൊരിച്ചതായതുകൊണ്ട് കറിയിലെ കഷ്ണങ്ങളൊന്നും ആരും എടുക്കാറില്ല. പൊരിച്ച മീൻ അത് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കുരുമുളക് അരച്ച് മീൻ പൊരിക്കുന്നതൊക്കെ എല്ലാവരും കഴിക്കും. പിന്നെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുവാണ്. സമയം ഞാൻ പറഞ്ഞ അത്രയൊന്നും സമയം അങ്ങ് നീങ്ങിയിട്ടില്ല. പിന്നെ എന്തായാലും എല്ലാം പെട്ടെന്ന് റെഡിയായി. എന്നാൽ പിന്നെ എല്ലാവരും ഒക്കെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതാണൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഒരു സാധാരണക്കാരുടെ വീട്
ഇന്ന് എല്ലാവരും കൂടെ കൂടി ഭക്ഷണം കഴിക്കും, അത്രേ ഉള്ളൂ. പറഞ്ഞു വരുമ്പം കഥയൊന്നും ഇല്ല. എന്നാൽ ശരി കേട്ടോ. എല്ലാവരോടും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന വിശ്വാസത്തോടെ.